ഹായ് സുഹൃത്തുക്കളെ, ഈ ഒക്ടോബർ 18 മുതൽ വ്യാഴം മാറുന്ന കഥ എല്ലാവർക്കും അറിയാം. അതേപ്പറ്റി പല വീഡിയോയിലും വന്നിരുന്നു. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ രാഹുവിനെ പറ്റി പറഞ്ഞത് ഈ 18 നവംബർ 18 മാറിക്കഴിഞ്ഞാൽ ഡിസംബർ 5 വരെയാണ് ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത്. അപ്പോൾ ഈ വ്യാഴം വക്രത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ വ്യാഴം തന്നെ എക്സോൾട്ടഡായി, ഓവർ സ്പീഡ്, പവർഫുള്ളാണ് ഇപ്പം. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു രാഹു നിന്നിരുന്നത്. അപ്പോൾ ഇതിനകത്തൊരു പിക്ചർ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ വ്യാഴം എങ്ങനെയാണ് വക്രത്തിൽ പോകുന്നത് എന്നറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളപ്പം മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടാതെ ഇത്രയും നാളും വ്യാഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുവിനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഈ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു നീതികേട്, ജെന്യൂനിറ്റി ഇല്ല. അത് ബാഡ് പൊസിഷന് വന്നു കഴിഞ്ഞാൽ അഗ്രസീവാണ്, ആർഗ്യുമെൻറ്റിൻ്റെ ഗ്രഹമാണ്, ലപ്പട ഉണ്ടാക്കും, അതായത് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഗ്രഹമാണ്, ഓവർ തിങ്കിങ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രണയബന്ധത്തിൽ വേർപ്പെടാൻ, മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം ഈ രാഹുവിൻ്റെ റേഡിയേഷനാണ്. എന്തിനു പറയുന്നത്, നമ്മുടെ ക്യാൻസർ പോലും ഉണ്ടാക്കുന്ന രാഹുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ കൺട്രോളിലായിരുന്നു ഇത്രയും നാളും ഈ പറഞ്ഞ മതിരാഹു. അപ്പം ഈ പറയുന്ന രാഹു അധികം മീൻസ് ഒരു ഇതെന്ന വ്യാഴം സാത്വികനാണ്. അതായത് നല്ല ചിന്താഗതി, നല്ല കർമ്മങ്ങൾ, നല്ല ഗുണങ്ങൾ എല്ലാം ഉള്ളതാണ് വ്യാഴം. വ്യാഴം എന്ന ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. അപ്പോൾ ഈ വ്യാഴത്തെ പറ്റി പറയാതെ നമ്മൾ രാഹുവിൻ്റെ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഈ നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ശുഭകാര്യത്തിനും എല്ലാ സന്തോഷത്തിനും വകയുള്ള ഒരു ഗ്രഹമാണ്. നമ്മുടെ ബർത്തിയായിട്ട് പല പ്ലാനറ്ററി പൊസിഷന് നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാലും ആ ഒരു പൊസിഷനിൽ പോലും ചിലപ്പം വ്യാഴം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വ്യാഴം വന്നു കഴിഞ്ഞാൽ ട്രാൻസിറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗോചാരം വന്നു കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംതിങ് നല്ലതായിട്ട് ഹാപ്പൻ ചെയ്യും. അതാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകത. അപ്പം ഈ സപ്പോസ് ചിലപ്പോൾ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളുണ്ടാകാം. വ്യാഴമായിട്ട് ആ ഒരു കണക്ടിവിറ്റി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ധനാഗമനം വരാം, വലിയ വലിയ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയുടെ ഗ്രഹമാണ്. ഈ എല്ലാ ഗ്രഹത്തെയും കൺട്രോൾ ഒരു അധിപനെന്ന് വേണമെന്ന് ഇനി പറയാം വ്യാഴം എന്ന് പറഞ്ഞാൽ. കാരണം ആ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കൺട്രോൾ. അപ്പോൾ ഇവിടെ വന്ന ഈ രാഹുവിൻ്റെ ഒരു കൺട്രോൾ വ്യാഴത്തിൻ്റെ കയ്യിലായിരുന്നു. കാരണം 159 എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. 159 എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട 159261037114812. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആംഗിളിലുള്ള പ്ലാനറ്റുകൾ തമ്മിൽ ഇൻറ്റേർണൽ കണക്ടിവിറ്റി വരുമ്പോഴാണ് പല ഗ്രഹങ്ങളും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നതും. ആ ഒരു നെഗറ്റീവ് പ്ലാനറ്റുമായിട്ട് നല്ലൊരു ഗ്രഹം ചിലപ്പോൾ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവാകും. പോസിറ്റീവ് ഗ്രഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ഗ്രഹമായിട്ട് ഒരു നെഗറ്റീവ് പ്ലാനറ്റും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ് നീചമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല ബർത്തിയാട്ടിലും കാര്യങ്ങൾ ചില ഇതായിട്ടുള്ള കണക്ടിവിറ്റിയുടെ അല്ല ദശ, അന്തർദശ അങ്ങനെയൊക്കെ അതിൽ നിന്ന് പോകുന്നതും ഈ വ്യത്യാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ വരാനുള്ള ചില ബർത്തിയാട്ടില്ല. ഇപ്പം തന്നെ ശുക്രൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ശുക്രദശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശുക്രൻ ഒരുപോലെ ആകത്തില്ല. ശനിദശ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും സമ്പത്ത് കാണേണ്ടതാണ്. ശനിദശയിൽ എല്ലാവർക്കും മോശമല്ല. അപ്പം ഈ ഒരു കണക്ടിവിറ്റിയുടെയും കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത് ഡീപ്പായിട്ട് പല സയൻസിലുണ്ട്, പല രീതിയിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഡീപ്പായിട്ട് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഈ അങ്ങനെയുള്ള നെഗറ്റീവ് സംഭവങ്ങൾ പോലും നമ്മൾ ഈ വ്യാഴമൊക്കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി മാറ്റുമെന്നുള്ളത് മെയിനായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ രാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു മീൻസ് ഒരു എല്ലാ നീചപ്രവർത്തികൾക്ക് കൂടി നിൽക്കുന്ന ധാർമ്മികതയില്ല, ധർമ്മമില്ല, കർമ്മമില്ല, സത്യം, നീതി. അപ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ രാഹു സപ്പോസ് ചില പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുമ്പോൾ ആ പ്ലാനറ്ററി പൊസിഷന് രാഹു അഴുക്കാണ്. പ്രത്യേകിച്ച് രാഹു ഏറ്റവും നീചമായിട്ട് ഇരിക്കുന്ന 3, 6, 8 എന്നൊക്കെ ഉള്ള ഒരു പൊസിഷനാണ്. 3, 6, 8. അപ്പോൾ ഈ 3, 6, 8 പൊസിഷനിൽ ബർത്തിയായിട്ട് നിൽക്കുന്ന രാഹു ഉള്ള ആൾക്കാരുണ്ടോയെന്ന് വരി ഉറപ്പായിട്ട് അവർക്ക് ഈ ഒരു കണക്ടിവിറ്റിയിൽ എന്തെങ്കിലും പൊതുവെ ബേസിക് ബർത്തിയാട്ടിൽ നീചമായിട്ട് വരും. മീൻസ് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെന്ന് വരും. കാരണം സപ്പോസ് ഈ രാഹു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രാഹു എപ്പോഴും എല്ലാ സാധനത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇരട്ടിയാക്കും. 1നെ 2 തോന്നിക്കും, അല്ലെ ഒരു സംഭവത്തെ 10ആയിട്ട് ഇരട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പോസിറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇല്ലാത്തത് വാരിക്കൂരി തരും. സമ്പത്ത് ഇല്ലാത്തവർക്ക് സമ്പത്ത് ഒരുപാട് തരും. പ്രത്യേകിച്ച് 2ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് സമ്പത്ത്, ചില പൊസിഷനൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്
പ്രത്യേകിച്ച് 11 അതിൻ്റെയൊക്കെ ഉണ്ടൊരു ഓരോ ഹൗസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, കണക്ടിവിറ്റിയും കാര്യങ്ങളും വരുന്ന ഓരോ പ്ലാനറ്ററി പൊസിഷൻ നിൽക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, എന്നാലും ഒരു ജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ 3, 6, 8 പൊസിഷനൊക്കെ പാടാം. അപ്പോൾ ബർത്ത് ചാർട്ടിലെ ഏതെങ്കിലും ഈ രാഹു കയറി ഈ ഒരു പ്ലാനറ്ററി പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ബർത്ത് ചാർട്ട് അവർക്ക് മോശമായിട്ട് വരും, ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് വരുമെന്നുള്ള കാര്യം അതിൻ്റെ ബേസിക്കായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ആ 1, 4, 7 എന്ന് പറഞ്ഞ പൊസിഷനും ബാഡാണ്. അതായത് ആദ്യം പറഞ്ഞത് 3, 6, 8 എന്ന് പറഞ്ഞാൽ വെരി ബാഡ്. 1, 4, 7 എന്ന് പറയുന്ന ഒരു ഹൗസിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബാഡ മീഡിയം ഇതാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രാഹു ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല രാഹുവാണ്. നിങ്ങൾക്ക് രാഹു പ്രത്യേകിച്ച് വ്യാഴവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ, ഒത്തിരി സമ്പത്ത് കാര്യങ്ങളൊക്കെ കിട്ടും. അതേസമയം രാഹു നല്ല രാഹു എന്നാൽ, അതേസമയം ഈ അഴുക്ക് രാഹു നിൽക്കുന്നതെന്ന് ഇപ്പോൾ 50 നിൽക്കുന്നതിന് 25 കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് വ്യാഴമല്ല, ചില നീചഗ്രഹത്തിൻ്റെ കൂടെ ഒക്കെ നിൽക്കുകയാണ്. ഇപ്പം ശനിയുടെ കൂടെ ഒക്കെ നിൽക്കുക. ശനിയും ഈ പറഞ്ഞ മാതിരി ഈ രാഹുവും ശത്രുക്കളാണ്. അപ്പോൾ ആ ശത്രുയുടെ ഗ്രഹം ഒന്നിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരുപാട് പല പ്രശ്നങ്ങളും. അപ്പോൾ ശനി നെഗറ്റീവാകും, രാഹു നെഗറ്റീവാകും. പ്രത്യേകിച്ച് ഈ കാർബിക് കാരിയേഴ്സായി ഈ പറയുന്ന രാഹു എന്നൊക്കെ പറയുന്നത്. ശനിയും മോശമല്ല. ഈ നമുക്ക് അൺനോൺ ഡിസീസൊക്കെ തിരിച്ച് ഇത് വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഒരു തരുന്നതാണ് ഈ ശനിയും കേതു പ്രത്യേകിച്ച്. അത് ജസ്റ്റ് ആ കൂട്ടത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ രാഹു ആണ് ഈ പറഞ്ഞ മാതിരി ക്യാൻസർ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇത് ചില പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വ്യാഴവുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി വരുമ്പോൾ, അപ്പോൾ ഒരു പ്ലാനറ്ററി പൊസിഷന് വ്യാഴമാണെന്നൊരു 12 വർഷമാണ് ഒരു പ്ലാനറ്ററി പൊസിഷനുള്ള ഒരു സോഡിയാക് സൈന് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സോഡിയാക് സൈക്കിള്. അപ്പോൾ ഒരു സോഡിയാക് സൈൻ കംപ്ലീറ്റ് ചെയ്യണമെന്നൊരു വ്യാഴം 1 വർഷം എടുക്കും. അതേമാതിരി രാഹു കേതുക്കളാണെന്നൊരിൽ 1.5 വർഷം എടുക്കും. അല്ലെന്നൊരു 20 വർഷം ടോട്ടൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഈ വ്യാഴം പലപ്പോഴും ഈ രാഹുവുമായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ വരുമ്പോൾ പല ആൾക്കാർക്കും അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 3, 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ അല്ലാതുള്ളിടത്ത് പ്രത്യേകിച്ച് രാഹു നിന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വ്യാഴവുമായിട്ടൊക്കെ കണക്ടിവിറ്റി വരുന്ന സമയത്ത് ഒരുപാട് പൈസ, സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടാൻ, എടുക്കാൻ, സ്വത്തുക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ, അൺഎക്സ്പെക്റ്റഡായിട്ട് ചിലപ്പോൾ ലോട്ടറി അടിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഡീപ്പായിട്ട് പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഈ ഹൗസിൻ്റെ അനുസരിച്ച് പ്രത്യേകിച്ച് 11ാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഗെയിനിൻ്റെ ഹൗസാണ്. മീൻസ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഹൗസുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഹൗസിലുള്ള കണക്ടിവിറ്റികളെ കാര്യങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ടാണ്. 12 എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൻ്റെ കളിയാണ്. അപ്പം അവിടെ 12 നിന്ന് കഴിഞ്ഞാൽ അത് മോശം. അപ്പോൾ ഓരോന്നിൻ്റെ ഇതിനകത്ത് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ അമ്മ അങ്ങനെ ഓരോ 1 മുതൽ 12 വരെയുള്ള കോളങ്ങളെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം ഈ ബേസിക്കായിട്ടുള്ള ഈ ഡെയിലി ആൾക്കാർ പറഞ്ഞ് നിങ്ങൾ അതാണ് ഇതാണ്. അപ്പം ഇപ്പോൾ പോലും പറയുകയാണ് ഞാൻ ഈ പറയുന്ന പോലും ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷനായിരിക്കും. അപ്പോൾ ലഗ്നമല്ല നമ്മുടെ ഈ പറയുന്നത് നമ്മുടെ രാശി വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ ആയിരിക്കും. രാശി വെച്ചിട്ടുള്ള പ്രഡിക്ഷൻ അക്യുറേറ്റ് ആയിരിക്കില്ല, ലഗ്നം വെച്ചിട്ടുള്ള പ്രഡിക്ഷനാണ് കറക്റ്റ്. അപ്പോൾ ലഗ്നം കണ്ടുപിടിക്കാനുള്ള ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്തൊരു ചാർട്ട് ഇട്ടേക്കാം. ലഗ്നം കണ്ടുപിടിക്കാൻ ജനിച്ച സമയം വെച്ചിട്ട് ലഗ്നം തന്നെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഇതൊന്നും അല്ലെന്നൊരു നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഇഷ്ടംപോലെ അവൈലബിളാണ്. നമുക്ക് ജസ്റ്റ് അതിനകത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി എല്ലാം നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാനുള്ളതേ ഉള്ളൂ. എന്നിട്ട് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളെ, ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത്, എടുക്കുന്നത്. പക്ഷേ ഈ പലതെന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ട് പഠിക്കില്ലെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടുള്ള കാരണം എല്ലാവരും നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമായിരിക്കാം, അല്ലെന്നൊരു വേറെ സമ്പത്തിൻ്റെ പ്രശ്നമായിരിക്കും. എല്ലാത്തും അവരവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വരീഡാണ് നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്ത് വരും, ഇങ്ങനെയാണോ, എന്താ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയം വരുമ്പോഴാണ് നമ്മളൊരു അസ്ട്രോളജിയൊക്കെ നോക്കാൻ ഒരാളെ സമീപിക്കുകയോ എടുക്കുകയോ ചെയ്യാൻ. എന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ ഒരു അസ്ട്രോളജറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതുപോലെ ഇപ്പം തന്നെ രാഹുവിൻ്റെ കാര്യം പറഞ്ഞാലും നമുക്കിതിനു മുമ്പത്തെ ദശ, അന്തർദശ, ഭുക്തി, അന്തർഭുക്തി, അങ്ങനെ സൂക്ഷ്മ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ദശക്കകത്ത് നല്ലതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി ഇപ്പോഴും ആ ഒരു രാഹു ആ ഒരു പൊസിഷൻ ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും.
അപ്പം മോശമായിട്ടുള്ള ആൾക്കാർക്ക് മോശമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ആൾക്കാരെയും പറ്റി നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും ഒരു കുടുക്കിപ്പോയി ആരും ചാടല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ 18-ാം തീയതി മുതൽ ഡിസംബർ 5-ാം തീയതി വരെ വ്യാഴം ഇങ്ങനെ മാറുമ്പോൾ ഈ രാഹു ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ബർത്ത് ചാർട്ടിലെ ഈ പൊസിഷനിലൊക്കെ ആയിട്ട് റോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ കാണും. ചിലപ്പോൾ ഒരു 2 പേര് അവിടെ നിന്ന് സംസാരം അടി കൂടാനോ എടുക്കാനോ തുടങ്ങുമ്പോൾ നിങ്ങൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചു മാറ്റുന്നതായിരിക്കും. ഉറപ്പായിട്ട് ചിലപ്പോൾ ആ ഒരു കേസ് വഴക്ക് ജയിലിൽ വരെ പോകാനായിട്ടുള്ള സിറ്റുവേഷൻ വരാം ഈ ഒരു ഇങ്ങനത്തെ ഒരു ബാഡായിട്ടുള്ള നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക്. അതല്ലെന്ന് ഒരു ഇതേമാതിരി നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പഴയ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും വന്ന് നിങ്ങൾ പൈസ കടം ചോദിക്കാം. ഈ പൈസ കടം ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ കിട്ടത്തില്ല. ആ പൈസ പോയി അല്ല നിങ്ങൾക്ക് അടുത്ത ആഴ്ച കൊണ്ട് ഇരട്ടിയായിട്ട് തരാം, അല്ല ഒറ്റ ആഴ്ച കൊണ്ട്, അല്ല 2 ആഴ്ച കൊണ്ട്, അല്ല 1 മാസം കൊണ്ട് നിങ്ങൾ ഇന്ന് 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറയും. അപ്പോൾ അത് എന്നിട്ട് അന്നേരം പോയിട്ട് ഇവിടെ ഈ പൈസ കിട്ടുകയില്ല. അല്ലെന്നിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള പെടാനുള്ള സാധ്യത. പിന്നെ അതേമാതിരി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടിരിക്കുന്നവരെ മയക്കുമരുന്നിന് അടിമയാകാം. ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നിട്ട് ഓവറായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു നേച്ചർ, അല്ലെന്നൊരിൽ ബാഡായിട്ടുള്ള ആവശ്യം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശൻ രാഹു എന്ന് പറഞ്ഞാൽ എത്തിക്സ് ഇല്ല, ജീവിതത്തിലോടൊരു നന്മയില്ല. തിന്മയാ അഴുക്ക് രാഹുവാണ്, വെറും അഴുക്കാണ്. മറ്റുള്ളവരെ പറ്റി ബഹുമാനിക്കുക, അല്ലെ അവരെ പറ്റി അറിയാൻ ആഗ്രഹിക്കുകയില്ല. ഒരു ഗുണ്ട റോബിൻ ഹുഡിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എങ്ങനായാലും അതേമാതിരി നല്ല പാപത്തിൽ നിന്ന് കഴിഞ്ഞാൽ അത് നല്ലതുമാണ്. പക്ഷെ എന്നാൽ എപ്പോഴും ഒരു അഗ്രസീവാണ് ഈ പറയുന്ന രാഹു എന്ന് പറയുന്നത്. എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ഇരട്ടി ഇപ്പോൾ പ്രോപ്പർട്ടി ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് ചൊവ്വ രാഹു ഒക്കെ കണക്ടിവിറ്റി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ശുക്രൻ രാഹു ചില നല്ല പൊസിഷനൊക്കെ കണക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ ആ ശുക്രൻ എന്ന് പറഞ്ഞാൽ സമ്പത്താണ്, പൈസയാണ്. ശുക്രൻ ഇരട്ടിക്കുക, അപ്പം സമ്പത്ത് ഇരട്ടിക്കുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ ചൊവ്വ ആണെങ്കിലും ചില ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ഗ്രഹത്തിൻ്റെ കണക്ടിവിറ്റി നോക്കണം. അപ്പം ചിലയിടത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഡബിൾ ചെയ്യുക, ട്രിപ്പിൾ ചെയ്യുക. പിന്നെ അതിനകത്തോണ്ട് ഈ പ്രത്യേകിച്ച് ചൊവ്വായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ദുഃഖം, സങ്കടം വേറെയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യങ്ങൾ. പക്ഷേ അത് മാലിന്യം ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ളത്, അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇൻ ലൈഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കുടുക്കി പോയി ചാടാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കാരണവശാൽ ഈ ഒരു പറഞ്ഞ ഇത്ര ഒരു 49 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അല്ലെന്നൊരു ഇതേമാതിരിയുള്ള ഈ പ്രശ്നങ്ങളിലൊക്കെ ചാടാനെടുക്കാനോ, അല്ലെന്നൊരു ചിലപ്പോൾ പൈസ കടം ചോദിക്കാൻ ചില സുഹൃത്തുക്കൾ ആരെങ്കിലും പൈസ കടം ചോദിച്ചാൽ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ കാരണം പൊതുവെ ഇപ്പോൾ വ്യാഴം മാറി നിൽക്കുന്നതുകൊണ്ട്, വ്യാഴം ഇപ്പോൾ വന്നതുകൊണ്ട് പല ആൾക്കാർക്കും പൊതുവെ വ്യാഴം മോശമായിട്ടിരുന്ന പല ആൾക്കാർക്കും നല്ലതായി. പക്ഷേ ഈ നല്ലതായിരുന്ന ഈ വ്യാഴം അങ്ങോട്ട് മാറിയപ്പോൾ ഇത്ര നാളും നന്മ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് നേരെയുണ്ടല്ലോ ഒരു രാഹുവിൻ്റെ കൂടെ ബർത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഇല്ലാത്ത പ്രശ്നങ്ങളിൽ പോയി കോർട്ട് കേസാകാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ലീഗൽ മാറ്റേഴ്സ്, അല്ലെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെയുള്ള നഷ്ടത്തിൻ്റെ കഥയായിരിക്കും പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാത്ത ഇത്രയും ദിവസത്തെ കാര്യമുള്ളൂ, കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക്, അത് ശനിയുടെ റേഡിയേഷനാണ് ഈ മുടന്തരൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബീഡി ദാനം ചെയ്യുന്നത് നല്ലതാണ്. അതേമാതിരി ഭൈരവൻ്റെ ടെമ്പിളിൽ കൊണ്ട് തലേദിവസി കള്ള് കൊണ്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം എടുത്ത് നേർച്ചയായിട്ട് അന്തർക്ക് ദാനം ചെയ്യുന്നത് രാഹുവിനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ല റെമഡിയാണ്. അതുപോലെ പ്രാവിന് തീറ്റി കൊടുക്കുന്നത്, മീന് തീറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ രാഹുവിൻ്റെ റേഡിയേഷനാണ്. ഓം ദം ദുർഗായ നമ എന്ന് പറഞ്ഞാൽ ദുർഗാ മന്ത്രം ജപിക്കാം. പിന്നെ ആടും രാഹുവിൻ്റെ റേഡിയേഷനാണ്. പിന്നെ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യുന്നത് മാസത്തിൽ 1 പ്രാവശ്യം 1-2 പ്രാവശ്യം രുദ്രാഭിഷേകം ചെയ്യുന്നതും രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ പാലിനകത്ത് നമ്മുടെ കുങ്കുമപ്പൂവ് ഒരു പിഞ്ച് ഓഫ് ചെറിയ കുങ്കുമപ്പൂ പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും പോസിറ്റീവ് ആക്കാനുള്ള ഒരു കർമ്മമാണ്. അതുപോലെ കുളിക്കുന്നുള്ള ചെറിയൊരു പിഞ്ച് ഓഫ് മഞ്ഞൾ പൊടിയെ ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കുഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ബാക്ടീരിയൽ അല്ല ആൻറ്റി ഫംഗലായിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് ഈ പറഞ്ഞ മഞ്ഞപ്പൊടിക്ക്. അപ്പോൾ അങ്ങനും നല്ലതായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ അങ്ങനെ എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർക്ക് മഞ്ഞച്ചരട് കാണത്തക്ക രീതിയിൽ കഴുത്തിലോ കയ്യിലോ ഒക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ്. വ്യാഴം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്ത്, വലിയ പൈസ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ്.
അതേമാതിരി ഞാൻ ഇതിനകത്തൊരു ഒരു ചെറിയൊരു പിക്ചർ ഇട്ടേക്കാം. ഈ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്ക്രീൻ സേവറായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ടുള്ള ഒരു വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള, വ്യാഴത്തിൻ്റെ കളറാണ് യെല്ലോ കളറാണ്, ആ എല്ലാം ഒരു റേഡിയേഷനാണ്, ഒരു എനർജിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ള. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. ഇതിൻ്റെ ആയിട്ടുള്ള ഓരോ രാശിക്കാരെക്കാറ്റിയുള്ള കണ്ടിന്യൂറ്റി ഇതിൻ്റെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ലോങ് ആയിപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞത്. അത് തന്നെയല്ല, ടൈമില്ല അധികം. കന്നി രാശി, കന്നി എന്ന് പറഞ്ഞാൽ വൃഗം. അപ്പോൾ ഈ കന്നി രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അപ്പോൾ ഇവിടെ 3 നക്ഷത്രങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഉത്തരത്തിൻ്റെ മുക്കാല്, അത്തം, ചിത്തിര പകുതി. അപ്പോൾ ഇത്രയുമാണ് ഇവിടുത്തെ ഈ നക്ഷത്രങ്ങളുള്ളത്. അപ്പോൾ ഇതിനെ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ബുധകർമ്മയെപ്പെട്ടാണ്. അതേപോലെ അത്തത്തെയാണെന്ന് ഇവർ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ്, ശുക്രകർമ്മയാണ്. അതേപോലെ ചിത്തിരയാണെന്നൊരു ചൊവ്വ ആണ് കൺട്രോൾ ചെയ്യുന്നത്, ശുക്രകർമ്മയാണ്. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ചുള്ള ഈ ഓരോ കർമ്മ അനുസരിച്ച് മാറുന്നതിൻ്റെ ആയിട്ടുള്ള ഇവരുടെ രീതികളെ, സ്വഭാവങ്ങളെ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് 6-ലോട്ടാണ് രാഹു 6-ലാണ്. അപ്പോൾ ഈ 6 പറഞ്ഞാൽ അസുഖങ്ങൾ, അല്ലെന്നൊരു ഹോസ്പിറ്റലൈസേഷന്, ശത്രുക്കളെ, ആക്സിഡൻറ്റ്, എനിമീസ്, ഇങ്ങനെയൊക്കെ ഉള്ള, അല്ലെന്നൊരു പോയിസണ്, അല്ലെന്നൊരു ലോസസ്, കടങ്ങൾ, നഷ്ടങ്ങൾ, സ്ട്രഗിൾ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള മുറിവ് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് 6ാമത്തെ ഹൗസ് എന്ന് പറഞ്ഞാൽ, 6th ഹൗസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പാർട്ട് ടൈം ജോബ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷനാണ്. അപ്പോൾ നമ്മുടെ ജൂപ്പിറ്റർ ഗുരു ഇവിടെ നിന്ന് ഇപ്പോൾ സ്ഥാനം മാറിയത് കൊണ്ട് ഗുരു സാത്വികനാണ്, നല്ല ചിന്താഗതി. അപ്പോൾ അവരുടെ ഗുരുവിൻ്റെ ആയിട്ടുള്ള കൺട്രോളിൽ, അതായത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കൺട്രോളിലായിരുന്നു രാഹു. അതുകൊണ്ട് രാഹു നല്ല പ്രവർത്തികളാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഈ ഡിസംബർ 5-ാം തീയതി വരെയുള്ള ഒരു പീരീഡിൽ രാഹുവിൻ്റേതായിട്ടുള്ള പല രീതിയിലുള്ള നെഗറ്റിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ രാഹു വ്യാഴത്തിൻ്റെ കൺട്രോൾ പോയതുകൊണ്ട് രാഹുവിന് ബുദ്ധിയില്ല, എത്തിക്സ് ഇല്ല, എന്ത് വേണ്ടാതീനങ്ങളും കാണിക്കാൻ മടിയില്ലാത്തതാണ്. അപ്പം ആ രാഹുവിന് മടയനാണ്. അതുപോലെ ഗുണ്ടായുസം കാണിക്കാം, അങ്ങനത്തെ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഇല്യൂഷൻ മാതിരിയുള്ള ഒരു സ്വപ്നവലയത്തല്ല, മായിക വലയത്തിലാണ് രാഹു എന്ന് പറയുന്നത്. അപ്പോൾ ഇല്ലാത്തിനെ ഉണ്ടെന്ന് തോന്നിക്കുന്നത്. പക്ഷേ ഇവിടെ പല നമ്മുടെ ബർത്തിയായിട്ട് രാഹു നല്ലതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക്, പല മൾട്ടി മില്യണർ ആയിട്ടോ രാജാക്കന്മാർ, അവരുടെയൊക്കെ പലരുടെയും രാഹു നല്ല പൊസിഷനാണ്. പ്രത്യേകിച്ച് രാഹു ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി ഒരുപാട്. അതേസമയത്ത് ഈ 3, 6, 8 എന്നൊക്കെ ഉള്ള പൊസിഷൻ രാഹു നിൽക്കുന്നിടത്താണ് ആ പ്രോപ്പർട്ടി എന്നൊക്കെ അങ്ങനെയുള്ള വരുമ്പോൾ അതിൻ്റെ ഭാഗ്യം, ലക്ക് കുറഞ്ഞ്, മീൻസ് ചോട്ടാ പ്രോപ്പർട്ടി, മീൻസ് ചെറിയ പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ബർത്തിയായിട്ടുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം ജോബ്, പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർക്കാണെന്നൊരു പാർട്ട് ടൈം ജോബ്, അല്ലെന്നൊരു മീൻസ് ബർത്തിയായിട്ട് നല്ലതായിട്ട് നിൽക്കുന്നവർക്ക്, ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്ക്, അതിനകത്ത് ശമ്പളം വർത്താനം, അല്ലെന്നൊരു പുതിയ കരാറിൽ ഏർപ്പെടാനുള്ള ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പം രാഹു ഈ ബർത്തിയായിട്ട് നല്ല വഴക്കായിട്ട് നിൽക്കുന്നവർക്കാണ് ചിലപ്പം മുറിവ് പറ്റാണ്, ഹോസ്പിറ്റലൈസേഷന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെന്ന രീതിയുമായിട്ട് എന്തെങ്കിലും ഒരു അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് വയറിൻ്റെ ആ ഒരു മേളിൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ രാഹു മോശമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഓഫീസിലൊക്കെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെന്നൊരു എന്തെങ്കിലും അടിപിടി കേസുകൾ എന്ന് പറഞ്ഞ ആ രീതിയിലുള്ളതോ, അതുപോലെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സമയത്ത് ജാമ്യം നിൽക്കാൻ പാടില്ല. ആർക്കെങ്കിലും ജാമ്യം നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്, പണി പാളും. അപ്പോൾ പിന്നെ അതുകൊണ്ട് ജോബ് സംബന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. രാഹു പോസിറ്റീവാണെന്നൊരു കുഴപ്പമില്ല. ഈ പറഞ്ഞ മാതിരി വയറിന് താഴെയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, അതുപോലെ ഈ പൈൽസ്, ഫിസ്റ്റുല, അങ്ങനെയൊക്കെ ഉള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഇത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂ വരാം. പനിയെ, അല്ലെന്നീ പറഞ്ഞ പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലേഡീസാണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെന്നൊരു സെക്സ് ഓർഗനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സെക്ഷലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന്, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു പീരീഡ് രാഹു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലാണ്.
അഥവാ രാഹു നെഗറ്റീവ് അല്ല എന്നൊരു കുഴപ്പമില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇത് എനിക്കിങ്ങനെ നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് വിചാരിക്കല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രത്യേകിച്ച് പറയാം, ജാമ്യം കാര്യങ്ങൾ ആർക്കും നിൽക്കാനും എടുക്കാനും ഉള്ള ഒരു കാരണവശാലും ഉള്ള സാഹചര്യം ഉണ്ടാകാൻ ആവശ്യമില്ലാതെ ഉള്ള പൈസ ഈ ഒരു സമയത്ത് കടം എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം അമളി പറ്റാം. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കാരണം ഇത് ലോസസിൻ്റെ കൂടാണ് ഈ ആണെന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ട്രഗിൾ ചെയ്യാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ അല്ലെന്നൊരു നല്ല രാഹു ഉള്ളവർക്ക് കുഴപ്പമില്ല, അവർക്ക് വളരെ നല്ലതാണ്. ഈ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, ചിലപ്പോൾ അതിന് കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക, അങ്ങനെ പല രീതിയിലുള്ള പോസിബിളായിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ എന്തായാലും നമുക്കൊരു ഈ ഒരു പീരീഡിൽ ഈ ഒരു 5 ഡിസംബർ 5 വരെ എന്ന് പറഞ്ഞാൽ ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന വളരെ നന്നായിരിക്കും. ഇതിൻ്റെ പിന്നെ റെമഡി കാര്യങ്ങൾ രാഹുവിനെ പോസിറ്റീവ് ആക്കാനുള്ള, വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ നമുക്ക് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പഠിക്കാനോ എടുക്കാനോ എന്തെങ്കിലും താല്പര്യമുണ്ടെന്നതിൽ ജോയിൻ ചെയ്യുക. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി അല്ലെന്നതിൽ ഈ മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വാസ്തു. അപ്പോൾ അഡ്വാൻസ്ഡ് വാസ്തുവിൻ്റെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നൊരു ഇത് പോയി കാണുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്ക് ഒരു മെസ്സേജിൽ നിന്ന് തന്നെ വാസ്തുവിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഡൗട്ട് ഉണ്ടെന്ന് വരികയിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടിയില്ല ഓർത്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് കൊടുത്തേക്കാം. അതേമാതിരി ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.